+2 പരീക്ഷ എഴുതി കഴിഞ്ഞു. ഇനി ഏത് ഡിഗ്രി എടുക്കണമെന്നറിയില്ല. അനുയോജ്യമായ ഒരു ഡിഗ്രി കോഴ്സ് റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ അറിയാൻ പറ്റിയാൽ എങ്ങനെയിരിക്കും? അതെ, ബാസ് സ്റ്റഡി സെന്റർ നടത്തുന്ന സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷൻ കോഴ്സുകളിലൂടെ നിങ്ങൾക്കും അനുയോജ്യമായ ഒരു ഡിഗ്രി തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ അഭിരുചി ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ കണ്ടെത്തി എല്ലാ ഡിഗ്രി കോഴ്സുകളെ കുറിച്ചും കൂടുതൽ അറിഞ്ഞും നിങ്ങളുടെ കൺഫ്യൂഷൻ തീർക്കാം. അപ്പൊ സമയം കളയണ്ട, ഇപ്പൊ തന്നെ ഡിഗ്രി ഫൗണ്ടേഷൻ സൗജന്യ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യും. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമിസ്റ്റർ എക്സാമിന്റെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമിന് എത്ര മാർക്കാണ് നമുക്ക് പാസ്സാവാൻ വേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ടെസ്റ്റ് കഴിഞ്ഞ് ഏത് ഡിഗ്രി എടുക്കണമെന്ന് കൺഫ്യൂഷനുള്ള സ്റ്റുഡൻ്റ് ആണോ നിങ്ങൾ? എങ്കിൽ ഇനി ടെൻഷൻ ആവേണ്ട. ബാസിന്റെ ഡി ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമിസ്റ്റർ എക്സാമിന്റെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 27-ാം തീയതിയാണ് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും റിവിഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. എങ്കിലും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്, എത്ര മാർക്കാണ് പാസ് മാർക്ക് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയുമ്പോൾ ടോട്ടൽ നമുക്കിപ്പോൾ 100 മാർക്കാണ് എക്സാം വരുന്നത്. അതായത് അസൈൻമെന്റ് 30 മാർക്ക് പ്ലസ് തിയറി പേപ്പർ 70 മാർക്ക്, അങ്ങനെ 100 മാർക്കാണ് നമുക്ക് ടോട്ടൽ ഉണ്ടാവുക. ഈ 100 മാർക്കിൽ 35 മാർക്കാണ് പാസ് മാർക്കായിട്ട് വരുന്നത്. അതായത് തിയറി പേപ്പർ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം 70 മാർക്കിലുള്ള തിയറി പേപ്പറിൽ 70 മാർക്കാണെന്നുണ്ടെങ്കിൽ അതിൽ 21 മാർക്കാണ് നമുക്ക് പാസ് മാർക്കായിട്ട് വരുന്നത്. ബാക്കി നമുക്ക് ഈ ഒരു 70 + 30 എന്ന് പറയുന്നത് 30 മാർക്ക് നമുക്ക് അസൈൻമെന്റിന്റെയും 70 മാർക്ക് നമുക്ക് തിയറി പേപ്പറിൻ്റെതുമാണ്. അപ്പം അസൈൻമെന്റിന്റെ മാർക്കും തിയറി പേപ്പറിന്റെ മാർക്കും സെപ്പറേറ്റ് തന്നെയാണ്. പക്ഷെ റിസൾട്ട് വരുമ്പോൾ ഈ 2 മാർക്കൂടെ കൂട്ടിയിട്ട് 100 മാർക്കിൽ 35 മാർക്കാണ് പാസ് മാർക്ക് നിങ്ങൾക്ക് കാണിക്കുക. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. മാക്സിമം 70 മാർക്കിലുള്ള എക്സാം, അതായത് തിയറി പേപ്പേഴ്സ് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ 70 മാർക്കിലുള്ള എക്സാം ആണ് നമുക്ക് വരുന്നത്. അതിൽ 21 മാർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പാസ്സാവുകയുള്ളൂ കേട്ടോ. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിനൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. മാക്സിമം പഠിക്കുക എല്ലാവരും. അതുപോലെ തന്നെ മാക്സിമം പാസ് മാർക്ക് എന്നുള്ള രീതിയിൽ മാത്രമല്ല, അതിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം എല്ലാവരും പോർഷൻസും കാര്യങ്ങളൊക്കെ കവർ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ റിവിഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്നറിയാം. എങ്കിലും നന്നായിട്ട് തന്നെ പഠിക്കുക. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക എക്സാമിന് മുൻപായിട്ട് തന്നെ. എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വീഡിയോസ് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ മാർക്കുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്